മലയാളത്തിലെ പല സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് നാലാമത്തെ ആഴ്ചയിലും മികച്ച കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന നേരിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേര് 23-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിത്രം 22 ദിവസം കൊണ്ട് തന്നെ 2023-ലെ മലയാളത്തിലെ പണം വാരി സിനിമകളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചിത്രം മമ്മൂട്ടിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ കണ്ണൂർ സ്കോഡിന്റെ കളക്ഷനെ മറികടന്നിരുന്നു. ഇനി നേരിന് മുന്നിലുള്ളത് 84.5 കോടി ഫൈനൽ കളക്ഷൻ നേടിയ RDX ആണ്. അത് നേരെ ഈ വീക്കെൻഡോടുകൂടി മറികടക്കാൻ സാധ്യതയുണ്ട്. ചിത്രം 22 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 45 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ 22 ദിവസം കൊണ്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 5.5 കോടിക്ക് മുകളിലാണ്. കർണാടകയിൽ നിന്ന് മാത്രം ചിത്രം 2.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചിത്രത്തിന്റെ 22 ദിവസം കൊണ്ടുള്ള ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 49.5 കോടിക്ക് മുകളിലാണ്. 22 ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 32 കോടിക്ക് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ 22 ദിവസം കൊണ്ടുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 82 കോടിക്ക് മുകളിലാണ്. മലയാളത്തിലെ എക്കാലത്തെയും പണം വാരി സിനിമകളുടെ പട്ടികയിൽ നേരിപ്പോൾ 6-ാം സ്ഥാനത്താണ് ഉള്ളത്. നേരിന്റെ ഫൈനൽ കളക്ഷൻ ആകുമ്പോഴേക്കും ആ ലിസ്റ്റിലെ ടോപ്പ് 5-ൽ ഇടം പിടിച്ചിരിക്കും എന്ന് ഉറപ്പാണ്. ഏകദേശം 18 കോടി ടോട്ടൽ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഇമോഷണൽ ഡ്രാമ ചിത്രത്തിന് ലഭിക്കുന്നതിൽ വെച്ചുള്ള ഏറ്റവും മികച്ച കളക്ഷനാണ് നേര് നേടിക്കൊണ്ടിരിക്കുന്നത്. 22-ാം ദിവസമായി ഇന്നലെയും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട്. പുതിയ ചിത്രങ്ങൾ റിലീസ് ആയതിനെ തുടർന്ന് നേരിന്റെ തിയേറ്റർ അക്കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത്. വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ ചിത്രം കാണാൻ കൂടുതലും എത്തുന്നത്. ചിത്രം ഇനിയും ഒരു ലോങ് റണ്ണാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.